Students, the question ആണ് Mr. X sells agricultural land situated in Delhi city for rupees 58 lakhs on 15th May 2019. അതായത് മിസ്റ്റർ എക്സ് ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഡൽഹി സിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം 15th മെയ് 2019 അത് 58 ലാഖിന് സെയിൽ ചെയ്തു. Then which was purchased by him in June 2004 for rupees 11,30,000. അപ്പോൾ 2004 അദ്ദേഹം അത് പർച്ചേസ് ചെയ്തതായിരുന്നു 11,30,000. Then on 1st April 2020 he purchased agricultural land for rupees 20 lakhs. അതായത് 1st April 2020 that is നമ്മുടെ അസസ്മെന്റ് ഇയറിൽ കറണ്ട് അസസ്മെന്റ് ഇയറിൽ അദ്ദേഹം എന്ത് ചെയ്തു, പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തു. അപ്പോൾ സെയിൽ ചെയ്തിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തു. സോ ഈ എമൗണ്ട് എന്ത് കിട്ടും, നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടും. സെക്ഷൻ 54B എക്സംഷൻ കിട്ടും. ഓക്കെ, ഇനി deposited rupees 6 lakh in capital gain account scheme in State Bank of India in order to get exemption under section 54B. കൂടാതെ 6 lakh rupees എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യാനും കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ 2 എമൗണ്ടിനും എക്സംഷൻ കിട്ടും. ഓക്കെ, ദെൻ ഹി പർച്ചേസ്ഡ് അനദർ അഗ്രികൾച്ചറൽ ലാൻഡ് ഓൺ 30th April 2021 for rupees 5,50,000 by withdrawing from the capital gain deposit account in State Bank. അതുകൂടാതെ അദ്ദേഹം 30th April 2020 ഒരു 5,50,000 rupeesന്റെ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തു. എങ്ങനെയാണ് 5,50,000 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലുള്ള എമൗണ്ടിൽ നിന്നുമാണ് 5,50,000 വിഡ്രോ ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്ത് 2 വർഷത്തിനുള്ളിലാണ് പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്തിൽ നിന്ന്? ഡെപ്പോസിറ്റ് ചെയ്ത 6 ലാഖിൽ നിന്നും 5,50,000 വിഡ്രോ ചെയ്തിട്ടാണ് അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ബാലൻസ് ഓഫ് എമൗണ്ട് ലെഫ്റ്റ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ഒക്ടോബർ 2021. അദ്ദേഹം അത് ബാക്കിയുള്ളതും കൂടെ വിഡ്രോ ചെയ്തു 2 വർഷത്തിനുള്ളിൽ. പക്ഷേ അത് പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാലൻസ് വിഡ്രോ ചെയ്തതിന് എക്സംഷൻ നമുക്ക് കിട്ടില്ല. ഇനി അസസ്മെന്റ് ഇയർ 2020-21 22-23 ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? 58 lakhs എടുക്കാം. ദെൻ അത് 2004 പർച്ചേസ് ചെയ്തതുകൊണ്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൺസിഡർ ചെയ്യുക. ദെൻ മൈനസ് ചെയ്തു. അപ്പം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുക? സെക്ഷൻ 54B അനുസരിച്ചിട്ടുള്ള 2 എക്സംഷൻസ് മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഏത് ഇയറിലെ? 2020-21 അസസ്മെന്റ് ഇയറിലെ. ദെൻ അസസ്മെന്റ് ഇയർ 2022-23 എന്താണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? 2020-21 6 lakh rupees എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതിൽ നിന്നും 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 5,50,000 പുതിയ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാനായിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള 50,000 എന്തായിട്ട് വരുന്നു? ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ 50,000 എന്താണ്? നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ പർച്ചേസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് വിത്തിൻ 2 years ആണ്. ദർഫോർ ഈ 50,000
ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. ക്ലിയർ?